എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത. ഞാനിവിടെ ഏഞ്ചക്കൽ ട്രിവാൻഡ്രത്തിൽ ഡോക്ടർ രഞ്ജിതാസ് വെൽനസ് ക്ലിനിക് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുകയാണ്. എന്റെ സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത്, ഞാൻ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് മെഡിക്കൽ ഡിഗ്രിയുമായിട്ട് എല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ശ്രമിച്ചത്. പല അവഗണനകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം വ്യക്തിത്വത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ പറ്റാതെ വരും. അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്കില്ല. അങ്ങനെ ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടാണ് ഞാനൊരു ക്ലിനിക്ക് തുടങ്ങാം എന്നുള്ള രീതിയിൽ ഏഞ്ചക്കലിൽ ഞാനൊരു ലൈഫ് സ്റ്റൈൽ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നത്, അതിനാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇതിനോടൊക്കെ ഒരുപാട് രോഗികളെ എനിക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നെ കാരണം അല്ലെങ്കിൽ എന്റെ അറിവ് കാരണം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു മെച്ചം, ഒരു ഗുണം ഉണ്ടാവുന്നു എന്നുള്ളതിലാണ് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത്, എനിക്കൊരു സംതൃപ്തി ഉണ്ടാവുന്നത്. പിന്നെ ഒരു സംരംഭം തുടങ്ങാനായിട്ട് പലരും മടിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഇടണം, പൈസ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കൊണ്ടിട്ടാണ് എല്ലാവരും മടിക്കുന്നതിലോട്ട് കടന്നു വരാനായിട്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സക്സസ് ആവുക തന്നെ ചെയ്യും. അതിനുള്ളൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് ഫൈനാൻസ് മാനേജ്മെന്റ് അവർക്ക് അത്ര ടാസ്ക് അല്ല. അവർ എളുപ്പത്തിൽ അത് കൈകാര്യം ചെയ്യാനും അവർക്ക് അതിനുള്ള മിടുക്കുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് ഫിനാൻസ് മാനേജ്മെന്റ് ചെയ്യുക. കുറച്ച് ക്ഷമയും ദീർഘവീക്ഷണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു സക്സസ് നിങ്ങൾക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും. സ്ത്രീകൾ എപ്പോഴും ഫാമിലി ഓറിയന്റഡ് ആണല്ലോ, അപ്പൊ അവര് സ്വന്തം കാര്യം മറന്നു പോകാറുണ്ട്. അപ്പൊ സ്വന്തമായിട്ട് നാളെ നമുക്കൊരു ആവശ്യം വരുമ്പോൾ എടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഫണ്ട് അല്ലെങ്കിൽ കുറച്ച് കാശ് സേവ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളൊന്നും അവർ അങ്ങനെ കൂടുതൽ ചെയ്യാറില്ല. അത് കണ്ടുവരുന്നില്ല അങ്ങനെ. അപ്പൊ അത് തീർത്തും തെറ്റാണ്. നമുക്ക് എന്തെങ്കിലും നാളെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ച് മ്യൂച്വൽ ഫണ്ട്സിലോ FDയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു സേവിങ്സ് നമുക്ക് വളരെയധികം അത്യാവശ്യമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ ഒരു 20% നിങ്ങൾ അതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ കൂടെ ശ്രമിക്കേണ്ടതാണ്. ഞാൻ തുടക്കത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങളും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വളരെ സാധാരണ നിലയിൽ നിന്നാണ് തുടങ്ങി പടിപ്പടിയായിട്ടാണ് ഞാൻ എൻ്റെ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക.